മുമ്പ് എപ്പോഴോ ഞാൻ പറഞ്ഞിട്ടുണ്ട്, നമുക്ക് ഗിഫ്റ്റ് കൊടുക്കാൻ പ്രത്യേകം ആനിവേഴ്സറിയോ ബർത്ത്ഡേയോ അങ്ങനെ സ്പെഷ്യൽ ഒക്കേഷൻ തന്നെ വേണമെന്നില്ല. അപ്രീസിയേഷൻ അർഹിക്കുന്ന ഓരോ കാര്യത്തിനും പരസ്പരം ഗിഫ്റ്റ് കൈമാറുന്നതും പ്രോത്സാഹിപ്പിക്കുന്നതും ഒക്കെ വളരെ നല്ല കാര്യങ്ങളാണ്. അതുപോലെ പ്രചോദനമായിട്ടൊരു ഗിഫ്റ്റിനെ പറ്റിയാണ് ഇന്ന് നമുക്ക് പറയാനുള്ളത്. അപ്പോൾ നമ്മുടെ കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആളുടെ ക്ലാസ്സിലെ കുട്ടികളിൽ ഏറ്റവും കൂടുതൽ അറ്റൻഡൻസ് ഉള്ള കുട്ടികൾക്കായിട്ട് 2 ഗിഫ്റ്റ് സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമുക്ക് അതിൻ്റെ ബാക്കി ഡീറ്റെയിൽസ് കാണാം. ആദ്യത്തെ ഗിഫ്റ്റ് നമ്മൾ സെറ്റ് ചെയ്തത് ഒരു ബോയ്ക്ക് വേണ്ടിയിട്ടാണ്. ഒരു ഫ്രെയിമും പിന്നെ ഈ ഒരു വലിയ ചോക്ലേറ്റും അതിൻ്റെ ഒപ്പം തന്നെ ഈ ഒരു വാച്ചും കൂടിയിട്ടാണ് നമുക്ക് ആദ്യത്തെ കുട്ടിക്ക് കൊടുക്കാനുള്ളത്. നല്ല ഭംഗിയുള്ള 2 വാച്ച് നമ്മുടെ കസ്റ്റമർ തന്നെ നമുക്ക് എടുത്തു തന്നിട്ടുണ്ടായിരുന്നതാണ്. ഇതൊക്കെ കാണുമ്പോൾ കാണുന്ന ചിലരെങ്കിലും വിചാരിക്കും, ഇതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ, എന്തിനാണ്, ബാക്കി കുട്ടികൾക്ക് വിഷമാവില്ല എന്ന്. പക്ഷേ എനിക്ക് തോന്നുന്നത് അങ്ങനെയല്ല. ഈ ഒരു ഗിഫ്റ്റ് ബാക്കി കുട്ടികൾക്ക് എന്തായാലും ഒരു പ്രചോദനം തന്നെയാണ്. ഒന്നും അല്ലെങ്കിലും ഡെയിലി ക്ലാസ്സിൽ വരാനെങ്കിലും ചെറുതായിട്ടൊന്ന് ചിന്തിക്കാൻ ഈ ഒരു ചെറിയ ഗിഫ്റ്റ് അവർക്ക് ഉപകാരപ്പെട്ടേക്കും. മാത്രമല്ല, ഗിഫ്റ്റ് കൊടുക്കുന്നതും വാങ്ങുന്നതും അത് അവരവരുടെ ചോയ്സാണ്. അതിൽ അഭിപ്രായം പറയാൻ നമുക്കൊരു വോയിസും ഇല്ല. അപ്പോൾ ഈ ഒരു ഫ്രെയിമാണ് നമ്മുടെ രണ്ടാമത്തെ കുട്ടിക്ക് വേണ്ടിയിട്ട് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒപ്പം നേരത്തെ വെച്ചതുപോലെ തന്നെ ഒരു വലിയ ഡയറി മിൽക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ ഈ ഒരു വാച്ച് കൂടി നമ്മളിതിൽ ആഡ് ചെയ്ത് കൊടുത്തു. നമ്മളൊക്കെ പഠിക്കുമ്പോഴും ഇതൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ഞാൻ ആലോചിച്ചു പോയി. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ അന്ന് കൊടുത്തുവിട്ട ഈ 2 ഗിഫ്റ്റ്സിൻ്റെ ബിഹൈൻഡ് സ്റ്റോറീസ്. അപ്പോൾ നമ്മൾ ഇതൊക്കെ റാപ്പ് ചെയ്തത് ഇങ്ങനെയാണ് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഗിഫ്റ്റൊക്കെ കൊടുത്തു, നമ്മുടെ കസ്റ്റമറും കുട്ടികളും ഹാപ്പി. അപ്പോൾ അത്രയൊക്കെ ഉള്ളൂ. ബൈ.